വയൽ നാടെന്ന വയനാടിന് മഞ്ഞിൽ നനഞ്ഞ ഒരഴകാണ്. ഈ നാട് കൃഷിയുടെ നാടാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലുകൾ, മഞ്ഞിന്റെ മേലാപ്പുകൾ ഊർന്നു വീഴുമ്പോൾ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾക്കപ്പുറം അതിര് കാക്കുന്ന കുന്നുകൾ, പിന്നെ കുന്നിറങ്ങി വരുന്ന കബനിയുടെ കാഴ്ചകൾ. വെയിൽ കായുന്ന തേയിലത്തോട്ടങ്ങൾ, പച്ചപ്പിന്റെ കമ്പളത്തിന് മുകളിൽ കാപ്പിപ്പൂക്കളുടെ ധവള കാന്തി. കാടുകൾക്ക് നടുവിൽ കൃഷിയുടെ പെരുമ സൃഷ്ടിച്ചത് ആദിവാസി ഗോത്ര സമൂഹങ്ങളാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളക് തേടിയാണ് സുഗന്ധത്തുരുത്തായ വയനാട്ടിലേക്ക് വിദേശീയരെത്തിയത്. സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശം അധികാരത്തിൻ്റെതും ചൂഷണത്തിൻ്റെതുമായപ്പോൾ പോരാട്ടത്തിന്റെ ചരിത്രം കുറിച്ചു. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ ധീര വിപ്ലവകാരി വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ ഓർമ്മകൾ ഒളിമങ്ങാതെ വയനാട് സൂക്ഷിക്കുന്നുണ്ട്. ഓർമ്മകളുടെ അടരുകളിൽ കാലം സൂക്ഷിച്ചുവെച്ച കഥകളുടെ ഒളിയിടങ്ങൾ, കലാപ ആരവങ്ങൾ ഉറഞ്ഞു കിടക്കുന്ന മണ്ണ്, പഴമയുടെ ഗന്ധം നിറഞ്ഞ വീടുകൾ, പാരമ്പര്യ തനിമകളുടെ നേർപകർപ്പുകളായി വയനാടിന്റെ മഹിത സംസ്കൃതികൾ സൂക്ഷിക്കുന്നവർ. സ്വാതന്ത്ര്യാനന്തരം വയനാട്ടിലേക്ക് ചുരം കയറി വന്നവർ വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തുറന്നു. വയനാട് അടിമുടി മാറി. ഈ മാറ്റത്തിനൊപ്പം നിന്ന വലിയൊരു പ്രസ്ഥാനമാണ് മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ വികസന വിഭാഗമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. വയനാട്ടിലെ കർഷകരുടെയും ആദിവാസി ഗോത്ര സമൂഹത്തിന്റെയും കഷ്ടപ്പാടും കണ്ണീരും മാറ്റി പുതിയ ജീവിത ചുറ്റുപാടുകൾ സൃഷ്ടിച്ച വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി 1974 മുതൽ കർമ്മനിരതമാണ്. കാലമേൽപ്പിച്ച ജീവകാരുണ്യ പ്രവർത്തനം എന്ന ദൗത്യം അണമുറിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന WSSS എന്ന പ്രസ്ഥാനം 1973 മാനന്തവാടി രൂപത ആരംഭിക്കുന്ന സമയത്ത് ഈ വയനാട് ജില്ലയും, അന്നിത് ജില്ലയല്ല, ഒരു പ്രദേശം മാത്രം, വയനാടും കോഴിക്കോടിൻ്റെ അടുത്തുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ, കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ, തമിഴ്നാട്ടിൽ നീലഗിരി ജില്ല മുഴുവൻ, കർണാടകത്തിൽ അങ്ങ് ചിക്ക്മാംഗ്ലൂർ വരെയുള്ള പ്രദേശങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ കീഴിലായിരുന്നു. വളരെയധികം അവികസിതമായിട്ടുള്ളൊരു പ്രദേശങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു സന്നദ്ധ സംഘടന സ്ഥാപിതമായത്. ആദ്യകാലത്ത് കൂടുതലായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ, അതുപോലെയുള്ള തീർത്തും അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തിരുന്നു. അന്നത്തെ ആശയം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം കൂടുതലായിട്ടും ഈ വയനാട് കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ പിന്നീട് ആ ലക്ഷ്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യാപ്തിയുണ്ടായി. കേവലം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റു തലങ്ങളിലേക്കും അത് പോയി. സമൂഹത്തിലെ സമസ്ത വിഭാഗങ്ങളുടെയും പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികളാണ് WSSS ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. വികസനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദീപശിഖയേന്തി വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ആരംഭിച്ച പ്രയാണം 1/2 നൂറ്റാണ്ട് പിന്നിട്ടു. പാർപ്പിടം, കുടിവെള്ളം, കൃഷി, വിദ്യാഭ്യാസം, കാർഷിക അനുബന്ധ സംരംഭങ്ങൾ, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രകൃതി സംരക്ഷണം, ബോധവൽക്കരണം, വ്യാപാര സംരംഭങ്ങൾ, ഔഷധ സസ്യകൃഷി വ്യാപനം, മാധ്യമ പ്രവർത്തനം, തൊഴിൽ പരിശീലനം, ഗൃഹ ഔഷധ നിർമ്മാണം, ആരോഗ്യരംഗം തുടങ്ങി സമൂഹത്തിന്റെ സർവ്വ മേഖലകളിലും വിജയത്തിന്റെ വ്യതിരിക്തമായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. WSSന്റെ ജൂബിലി വർഷമാണ് ഇത്. WSSന്റെ അനുബന്ധ സ്ഥാപനങ്ങളാണ് ബയോവിൻ അഗ്രോ റിസർച്ച് സെൻറ്റർ, റേഡിയോ മാറ്റുലി, നീലഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നിവ. സമൂഹത്തിലെ
നാനാജാതി മതസ്ഥർക്ക് ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന സാമൂഹിക സേവന വിഭാഗമാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. WSSൻ്റെ കീഴിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1200ഓളം SHGകളും 400ഓളം JLGകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ ക്ഷേമത്തിനും യുവജനങ്ങളുടെ ക്ഷേമത്തിനും കുട്ടികളുടെ ഉന്നമനത്തിനും വേണ്ടി നിസ്തുലമായ സേവനമാണ് WSS ചെയ്തു വരുന്നത്. ജൈവ കൃഷി പ്രോത്സാഹനം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജൈവ സംഗമ വേദിയാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ബയോവിൻ അഗ്രോ റിസർച്ച് വഴി നടത്തി വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളിൽ ഒന്നാണ് WSSൻ്റെ റേഡിയോ സ്റ്റേഷനായ റേഡിയോ മാറ്റുലി. റേഡിയോ മാറ്റുലി 90.4 തത്സമയ സല്ലാപത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ RJ ആനന്ദവല്ലി. പ്രിയ ശ്രോതാക്കളെ, സല്ലാപത്തിൽ നമ്മുടെ ആദ്യത്തെ ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ്? അറിയൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റലി 90.4 FM, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റൊലി 90.4ന്റെ പ്രക്ഷേപണം കേട്ടാണ് വയനാട് ഉണരുന്നത്. WSSന്റെ വിജ്ഞാന വ്യാപന സംരംഭമായ റേഡിയോ മാറ്റൊലി 2009 ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സർവീസാണിത്. 2006 കേന്ദ്ര സർക്കാർ NGOകൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ തുടങ്ങാനുള്ള അനുമതി നൽകിയത്. വയനാട്ടിലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാൻ വേണ്ടി മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള WSS ആരംഭിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റലി. വയനാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരെ മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് അവരുടെ ശബ്ദം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്നുള്ള പ്രകടമായ ചിന്താഗതിയുമായി ആരംഭിച്ചതാണ് റേഡിയോ മാറ്റലി. 15 വർഷമായി പെട്ടു നിൽക്കുമ്പോൾ 110 പ്രോഗ്രാമുകളുമായി 24 മണിക്കൂറും പ്രോഗ്രാം പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷനാണ് മാറ്റലി റേഡിയോ സ്റ്റേഷൻ. മാറ്റലി റേഡിയോയുടെ വിജയം എന്ന് പറയുന്നത് ഈ വയനാട്ടിലുള്ള എല്ലാ മനുഷ്യരും റേഡിയോ പ്രോഗ്രാമുകൾ ശ്രവിക്കാനും പ്രോഗ്രാം അവതരിപ്പിക്കുവാനും പ്രോഗ്രാമിൻ്റെ ഭാഗമായി തീരാനും ശ്രമിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം അവാർഡുകൾ ലഭിച്ച ഒരു റേഡിയോ സ്റ്റേഷനായി ഈ റേഡിയോ സ്റ്റേഷൻ മാറിയിട്ടുള്ളത്. കേരളത്തിലെ ഏക ലീഡ് റേഡിയോ സ്റ്റേഷനാണ്. 481ഓളം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് ഇന്ത്യയിലുള്ളതിൽ 3 തവണ രാജ്യ പുരസ്കാരവും 20ലധികം തവണ കേരള സംസ്ഥാന പുരസ്കാരവും ഈ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദിവാസി ഭാഷയിൽ ആദിവാസികൾ തന്നെ അവരുടേതായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റായി ഈ റേഡിയോ സ്റ്റേഷൻ നിൽക്കുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ട്രൈബൽ വകുപ്പിൻ്റെ റേഡിയോ പ്രോഗ്രാമിൻ്റെ അവാർഡ് ഈ റേഡിയോ സ്റ്റേഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചപ്പോൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ശബ്ദമായി തീരാൻ, ജീവിതത്തിന് അർത്ഥം കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഈ റേഡിയോ സ്റ്റേഷൻ വഴിയാണ് വിവിധ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ഇന്ന് അത് വയനാട്ടിൽ മാത്രമല്ല ഓൺലൈനിലൂടെയും മറ്റുമൊക്കെ ലോകം മുഴുവനുള്ള ആളുകൾ കേൾക്കുന്ന തരത്തിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിച്ചത്. 6000-ൽ റേഡിയോ സെറ്റുകൾ തന്നെ നമുക്ക് സാധാരണ ആദിവാസികൾക്കും കിടപ്പ് രോഗികൾക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കും കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വയനാട്ടിലെ 8.5 ലക്ഷം ആളുകളുടെ സ്വരം ജീവിതത്തിൽ ഈ റേഡിയോ സ്റ്റേഷനിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള പ്രഥമമായ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ സഹകരണം എല്ലാ തരത്തിലും ഉണ്ട് എന്ന കാരണത്താൽ തന്നെ ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത നമുക്ക് മുന്നോട്ട് പോവുകയും അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേഷൻ്റെ വിജയമായിട്ട് നിൽക്കുക. ശ്ലാഘനീയമായ നേട്ടങ്ങളുടെ തിളക്കം മാറ്റൊലിയുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രക്ഷേപണങ്ങൾക്ക് ഊർജാവേശം നൽകുന്നു. നവസമൂഹ നിർമ്മിതിക്കായുള്ള WSSന്റെ പ്രവർത്തനങ്ങളിലെ തിളക്കമാർന്ന ഒരു അധ്യായമാണ് റേഡിയോ മാറ്റൊലി കമ്മ്യൂണിറ്റി റേഡിയോ. വിളിക്കേണ്ട നമ്പർ ഇതാണ് 95 62 48 2008. പ്രളയമുണ്ടായ സമയത്ത് 24 മണിക്കൂറും കറണ്ട് ഇല്ലാതിരുന്നിട്ടും കേവലം ജനറേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ലായിരുന്ന സമയത്ത് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ അധികാരികൾക്കുമൊക്കെ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഏക മാർഗം ഈ റേഡിയോ ആയിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രതിബദ്ധതയുള്ള, സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള അനേകം പ്രവർത്തകരുണ്ടായതുകൊണ്ടാണ് ഇത് സാധിച്ചത്. മാനന്തവാടി രൂപത അധ്യക്ഷന്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ്
ഓരോ പദ്ധതിയും കൂട്ടായി ആലോചിച്ച് രൂപപ്പെടുത്തി പ്രാവർത്തികമാക്കുന്നത്. അതിന് സുശക്തമായൊരു ഭരണ സംവിധാനമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും നിർവഹിക്കുന്നു. സേവന സന്നദ്ധരായ പ്രവർത്തകരുടെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുടെ വിജയഗാഥയാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. ആദിവാസി ഗോത്രവർഗ സമൂഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട ഒട്ടേറെ പദ്ധതികളാണ് നബാർഡ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്ന് WSSS പ്രാവർത്തികമാക്കുന്നത്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പാക്കിയ മുള്ളൻകൊല്ലി സ്പ്രിംഗ് ഷെഡ് പദ്ധതി ഇതൊരു പ്രകൃതിദത്ത ഉറവയായിരുന്നു. മുള്ളൻകൊല്ലി കൂപ്പ് കോളനിയിലെ കാട്ടുനായ്ക്കർ വിഭാഗക്കാർ ശുദ്ധജലത്തിന് ആശ്രയിച്ചിരുന്ന ഈ ഉറവ കന്നിയെ സ്പ്രിംഗ് ഷെഡ് പദ്ധതിയിലൂടെ WSSS സംരക്ഷിച്ചു. അതോടൊപ്പം കൂപ്പ് കോളനി നിവാസികൾക്ക് ജൈവ പച്ചക്കറി കൃഷിക്ക് സാമ്പത്തിക സഹായവും നൽകി. പച്ചക്കറി കൃഷിക്ക് ആനുകൂല്യം ലഭിച്ച ഒട്ടേറെ കുടുംബങ്ങൾ തിരുനെല്ലി പഞ്ചായത്തിലുണ്ട്. ഇത്തരത്തിൽ 300 ജൈവ പച്ചക്കറി യൂണിറ്റുകളാണ് WSSS സ്പ്രിംഗ് ഷെഡ് പദ്ധതിയിലൂടെ പ്രാവർത്തികമാക്കിയത്. ആദിവാസി ഗ്രൂപ്പുകൾക്ക് മാത്രമല്ല പച്ചക്കറി കൃഷിക്ക് സാമ്പത്തിക സഹായം നൽകിയത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കും ജൈവ പച്ചക്കറി കൃഷി യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതിന് ധനസഹായം നൽകി. ഇത് സാന്ത്വനം JLG ഗ്രൂപ്പിലെ ചന്ദ്രിക. വിവിധ തരം പച്ചക്കറികളാണ് ഈ കർഷക WSSSന്റെ സാമ്പത്തിക സഹായത്തോടെ കൃഷി ചെയ്തിരിക്കുന്നത്. മുള്ളൻകൊല്ലിയിലെ ജയപ്രകാശും ജൈവ പച്ചക്കറി കൃഷിയുടെ ഗുണഭോക്താവാണ്. നബാർഡും WSSസും ചേർന്ന് നടത്തുന്ന സ്പ്രിംഗ് ഷെഡിൻ്റെ പദ്ധതിൻ്റെ ഭാഗമായി എനിക്ക് കുറച്ച് തൈകൾ തന്നായിരുന്നു. ജൈവ രീതിയിലാണ് നമ്മൾ കൃഷി എടുക്കുന്നത്. നമ്മൾ പുറത്ത് അയൽവക്കത്തൊക്കെയാണ് കൊടുക്കൽ. അതേപോലെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ അവിടുന്ന് നമ്മൾ കൊണ്ടുവരും ചെയ്യും. അതും ജൈവമാണ്. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മൈക്രോ ഇറിഗേഷൻ പമ്പ് സെറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൗകര്യമായൊരു കുളവും ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചക്കറി നടാനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ട്. അതുപോലെ ഈ വരണ്ട കാലാവസ്ഥയിൽ ഞങ്ങൾക്ക് ഇവിടെ പച്ചക്കറി നടാൻ പറ്റിയത് നബാർഡിൻ്റെയും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും ഭാഗമായി ഇറിഗേഷൻ പദ്ധതി കിട്ടിയതുകൊണ്ടാണ്. സ്പ്രിംഗ് ഷെഡ് പദ്ധതിയിൽപ്പെട്ട കിണർ റീചാർജ് യൂണിറ്റാണിത്. എടയൂർ കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ കിണർ റീചാർജ് മികച്ചൊരു മാതൃകയാണ്. ഇത്തരത്തിൽ 25 കിണറുകൾ പദ്ധതി പ്രദേശത്ത് റീചാർജ് ചെയ്യുന്നതിന് സാമ്പത്തിക സഹായം നൽകി. പൊതു കിണറുകളുടെ റീചാർജിനൊപ്പം കുളങ്ങളുടെ നവീകരണവും WSSSന്റെ മുള്ളൻകൊല്ലി സ്പ്രിംഗ് ഷെഡ് പദ്ധതിയിലൂടെ ഏറ്റെടുത്ത് നടപ്പാക്കുകയുണ്ടായി. WSSSന്റെ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായവർ മനസ്സ് തുറക്കുമ്പോൾ ഒരു പ്രസ്ഥാനം നാടിന് നൽകുന്ന വെളിച്ചം, കരുതൽ ഒട്ടേറെ ജീവിതങ്ങളെ മാറ്റിയെടുക്കുന്നു. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി സുവർണ്ണ ജൂബിലി വർഷത്തെ ഞങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടി. ഞങ്ങളുടെ പഴയ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയായിരുന്നു. മഴ പെയ്ത അകത്ത് വെള്ളം കയറുകയും ചെയ്യും, ചോർന്നൊലിക്കുകയും ചെയ്യും, അടുക്കള എളിഞ്ഞു പൊളിയാറായി. പുതിയ വീട് കിട്ടിയതുകൊണ്ട് പിള്ളേർക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ സൗകര്യമായി. അതും കൂടി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യം വീട് വരെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു സാധാരണ ഒരു ഷെഡിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ 7ലും ഇവൻ 4ലുമായിരുന്നു. അന്ന് 7 വർഷം മുമ്പാണ് ജോലിച്ചത്. കാരണം ആരോഗ്യപരമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമുക്കൊന്നും താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. തന്നെ WSSന്ന് എനിക്ക് നല്ലൊരു സഹായം കിട്ടി. അതോടുകൂടി കിടപ്പാടും പൂർത്തിയായി. വീട് മുഴുവൻ ഇത്ര ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ എനിക്ക് അതുകൊണ്ട് കഴിഞ്ഞു. മാനസികമായിട്ട് നമ്മൾ തകർന്നു നിന്ന സമയത്ത് സിസ്റ്ററാണെങ്കിലും WSSൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. തന്നെ എല്ലാ മേഖലയിലും അച്ഛനെ വിളിച്ചാലും ഏത് സമയത്തും അത്രയ്ക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത്രയും നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് എന്നും ഞങ്ങളുടെ കൂടെ നിന്ന് സേവ ഫാമിലിനോട് എന്നും എനിക്ക് കടപ്പാടുണ്ട്. ഇനി മുന്നോട്ട് എനിക്ക് തുടരാൻ പറ്റും. ഭർത്താവിന്റെ ആകസ്മിക മരണത്തിൽ പകച്ചു നിന്നുപോയൊരു സ്ത്രീക്ക് സങ്കടക്കടൽ അത്രയും നീന്തിക്കടന്ന് ജീവിത വിജയത്തിലേക്ക് എത്താൻ സഹായിച്ചത് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ്. വയനാട്ടിൽ എവിടെ നോക്കിയാലും വാഴത്തോട്ടങ്ങൾ കാണാം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്ന ജില്ല ഒരുപക്ഷെ വയനാട് തന്നെയായിരിക്കും.
ഇവർ 2 JLG-കളിലെ ഉദയഗിരി ന്യൂ സ്റ്റാറിലെയും ലക്കി സ്റ്റാറിലെയും പ്രതിനിധികളാണ്. റിട്ടയർ അധ്യാപികയായ മോളി ദേവസ്യയുടെ നേതൃത്വത്തിൽ ഇവർ WSSS-ന്റെ ധനസഹായത്തോടെ വാഴകൃഷി ചെയ്യുന്നത്. 2021 ഒക്ടോബർ മാസമാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ ഞങ്ങൾ 10 പേർ ചേർന്നൊരു സംഘം രൂപീകരിക്കുന്നത്. ഞങ്ങൾക്ക് 2 ഗ്രൂപ്പുകൾക്ക് 3 ലക്ഷം വീതം ലോൺ ലഭിക്കുകയുണ്ടായി. 2 ഗ്രൂപ്പുകളും നല്ലപോലെ ഓരോ കൃഷികളാണ് ചെയ്തത്. ആ വർഷം ഞങ്ങൾക്ക് നല്ല വിളവ് ലഭിച്ചു. കഴിഞ്ഞ വർഷവും ഞങ്ങൾ വീണ്ടും 6 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ലോൺ പുതുക്കി വീണ്ടും എടുക്കുകയുണ്ടായി. 1 ഏക്കറിൽ ഏകദേശം 800 വാഴയോളം ഞങ്ങൾ വെക്കുന്നുണ്ട്. അങ്ങനെ 3 ഏക്കറിലായിട്ട് 2400 വാഴകളാണ് ഞങ്ങൾ വെക്കുന്നത്. വാഴകൃഷിയിൽ വലിയ വിപ്ലവമാണ് വയനാട്ടിൽ നടക്കുന്നത്. കാട്ടാനക്കൂട്ടങ്ങൾ കാടിറങ്ങി വരുന്ന ഇക്കാലത്ത് ധൈര്യപൂർവ്വം വാഴകൃഷി ചെയ്യുന്നത് മനക്കരുത്തൊന്നുകൊണ്ട് മാത്രം. നബാർഡിന്റെ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം LEDP പദ്ധതി WSSS പ്രാവർത്തികമാക്കിയപ്പോൾ കാക്കഞ്ചേരി പോലുള്ള കോളനികളിൽ ആട് ഗ്രാമം പദ്ധതി വിജയകരമായി. ഇവരുടെ ജീവിത നിലവാരം ഉയർത്താനും പ്രതീക്ഷാപൂർവം ജീവിതത്തെ നോക്കിക്കാണാനും ഇവരെ WSSS പ്രാപ്തരാക്കി. ആദിവാസി മേഖലയിൽ പണിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. WSSS-ന്ന് JLG-ന്റെ കീഴിൽ 2.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് 5 പേർക്കും ലോൺ കിട്ടി. ഇപ്പോൾ 5 പേരും ആട് വളർത്തുന്നുണ്ട്. മാനന്തവാടി രൂപതയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് 50 വീടുകൾ നിർമ്മിച്ചു നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ 52 വീടുകൾ നിർമ്മിച്ചു നൽകി. WSSS-ന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സേവ് എ ഫാമിലി പ്ലാൻ പദ്ധതി പ്രകാരം കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയോടൊപ്പം സഹകരിച്ച് 40ാമത്തെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. WSSS-ന്റെ കഴിഞ്ഞ കാല ചരിത്രം വായിച്ചറിയുമ്പോൾ 1600 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്ന വിസ്മയപ്പെടുത്തുന്ന കാര്യം ബോധ്യപ്പെടും. 1970-കളിൽ വയനാട്ടിലേക്ക് കുടിയേറ്റം ആരംഭിച്ച കാലഘട്ടത്തിൽ ആദ്യമായി കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് ഒരു നഴ്സറി രൂപീകരിച്ചുകൊണ്ടാണ് വയനാട് സോഷ്യൽ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അക്കാലത്ത് കർഷകർക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്നത് നല്ല നടീൽ വസ്തുക്കളായിരുന്നു. ആ നഴ്സറി ഇന്നും തുടർന്നു കൊണ്ടുപോകാൻ WSS-ന് സാധിക്കുന്നുണ്ട്. 1970-കളിൽ തിരുനെല്ലി പ്രദേശത്ത് ആദിവാസികൾക്കിടയിലുണ്ടായ പട്ടിണി മരണം അത് സമൂഹത്തെ ആകമാനം ഉലച്ചതാണ്. ആ സമയത്ത് ഇന്ന് മാനന്തവാടി രൂപതയുടെ അധ്യക്ഷനായ ബിഷപ്പ് മാർ ജോസ് പെരുന്നാടും അടക്കമുള്ള ആൾക്കാർ അവിടെ താമസിച്ച് ഈ പട്ടിണി മരണം അനുഭവിക്കുന്നവരെ സഹായിക്കുകയും പട്ടിണി ഒരു പരിധിവരെ പിടിച്ച് നിർത്തുവാൻ സാധിക്കുകയും ചെയ്തു. വയനാട് ജില്ലയിൽ വിവിധ ഗ്രാമങ്ങളിൽ ജൈവ കർഷക കൂട്ടായ്മകൾ രൂപപ്പെടുത്തുവാൻ WSS-ന് സാധിക്കുകയുണ്ടായി. കുടുംബശ്രീകൾക്ക് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ സ്വാശ്രയ സംഘങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ അവരുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സ്വാശ്രയ ശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാശ്രയ സംഘങ്ങൾ വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നീലഗിരിയിലും ആയി വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുകയുണ്ടായി. ഒരു നാടാകമാനം വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് 1200-ൽ പരം സ്വാശ്രയ സംഘങ്ങളും 400-ഓളം തുല്യതാ ബാധ്യതാ സംഘങ്ങളും അതോടൊപ്പം 1250 ഫാം ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നു. മാനന്തവാടി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SWS-ന്റെ ഒണ്ടേങ്ങാടിയിലുള്ള യൂണിറ്റിൽ എല്ലാ മാസവും കൃത്യമായി ഇവാലുവേഷൻ മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. മാത്രമല്ല നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട്. ഏകദേശം 15 ഗ്രൂപ്പുകളോളമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 10 പേരടങ്ങുന്ന ഈ 15 ഗ്രൂപ്പുകൾ അവരുടെ ഗ്രൂപ്പുകളിൽ എല്ലാ മാസത്തിലും മീറ്റിങ്ങുകൾ 1ഓ 2ഓ പ്രാവശ്യമോ കൂടുകയും അതിന്റെ ഇവാലുവേഷൻ ഒണ്ടേങ്ങാടി ഇടവകയുടെ കീഴിൽ ഇവിടുത്തെ വികാരിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇവാലുവേഷൻ എല്ലാ മാസവും നടത്തുകയും ചെയ്യുന്നു. ഈ SWS-ലൂടെ നിരവധിയായിട്ടുള്ള സേവനങ്ങൾ ഓരോ അംഗങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത് ബോയ്സ് ടൗൺ WSSS-ന്റെ DDU GKY ട്രെയിനിങ് സെന്ററും ഔഷധ സസ്യ സംരക്ഷണ ഉദ്യാനവും
കുരുമുളക് നഴ്സറി, കുരുമുളക് ഗാർഡനും ബൊട്ടാണിക്കൽ മ്യൂസിയവും എല്ലാം ഇവിടെയുണ്ട്. 1992 ആരംഭിച്ച ഔഷധ സസ്യ സംരക്ഷണ ഉദ്യാനത്തിൽ വൈവിധ്യമാർന്ന ഔഷധ സസ്യങ്ങൾ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. ചിറ്റരത്ത, വാദം കൊല്ലി, വെട്ടടവ്, ത്രിഫല, പെരുങ്കുറുമ്പ തുടങ്ങി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകതരം ഔഷധ സസ്യങ്ങൾ. വളരെ അപൂർവമായി കണ്ടുവരുന്ന ഔഷധ സസ്യമാണ് മരമഞ്ഞൾ. മരമഞ്ഞൾ എന്നാണ് ഇതിന് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നാമത്തിൽ കൊസീനിയം ഫെനസ്ട്രേറ്റം എന്നറിയപ്പെടും. ഇത് സാധാരണയായി കണ്ടുവരുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ, ഉൾക്കാടുകളിൽ, മഴക്കാടുകളിലാണ് കണ്ടുവരുന്നത്. ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു ചെടിയാണ്. ഏകദേശം 40 പരം ഔഷധ കൂട്ടുകൾ ഇതിൻ്റെ അകത്ത് നിന്ന് നിർമ്മിക്കുന്നുണ്ട്. ഇത് 2 തരത്തിലുണ്ട്. ഇത് മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഇതൊരു ഫീമെയിൽ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ധാരാളം ഫ്രൂട്ട്സ് കാണാം. ഇതിനോടൊപ്പം തന്നെ ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരു ചെടിയും കൂടി ഈ ഗാർഡനിലുണ്ട്. 1990 മുതൽ നമ്മളിതിനെ നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന മരമഞ്ഞൾ പോലുള്ള ചെടികളുടെ സംരക്ഷണം നടത്തുന്നതിലൂടെ WSSS നടത്തുന്നത് ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. മറ്റൊരു മികച്ച സംരംഭമാണ് ബൊട്ടാണിക്കൽ മ്യൂസിയം. വംശനാശം സംഭവിച്ചു പോയ കുരുമുളക് ചെടികളുടെ മ്യൂസിയം വേറിട്ട ഒരു കാഴ്ച തന്നെയാണ്. ബാലൻകൊട്ട, കല്ലുവള്ളി, എംബിരിയൻ, പെരുങ്കൊടി, നീലമുണ്ടി, കരിമുണ്ടി തുടങ്ങിയ അനേകതരം കുരുമുളക് ഇനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റിയ ഒരിടമാണ് WSSSന്റെ ഈ മ്യൂസിയം. ഏകദേശം 2000 പരം ഔഷധസസ്യങ്ങളെ ഹെർബേറിയ സ്പെസിമെൻസ് ഇവിടെ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്. 1990 മുതൽ നമ്മളിതിവിടെ നിലനിർത്തി പോരുകയാണ്. ഔഷധസസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു റിസോഴ്സ് സെൻ്ററായിട്ട് തന്നെ നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിൽ നിന്ന് അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ, വിദേശത്തു നിന്ന് തന്നെ ആൾക്കാർ വിദ്യാർത്ഥികളോട് വരികയും അവർ ഇതിൻ്റെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നു. WSS വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസർവേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബോട്ടണി മ്യൂസിയം ഇവിടെ നടത്തിയിരിക്കുന്നത്. വിപുലമായ ഒരു കുരുമുളക് നഴ്സറിയും ബോയ്സ് ടൗണിലുണ്ട്. മികച്ച ഇനം കുരുമുളകിന്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന നഴ്സറി. വയനാടിന്റെ കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യമാണ് WSSSന്റേത്. ഒരു നാട് മുഴുവൻ WSSSനൊപ്പം ചേർന്ന് നിൽക്കുന്നു. സമൂഹത്തിന്റെ സർവതല സ്പർശിയായ പ്രവർത്തന മികവിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രസ്ഥാനം വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി.